നിങ്ങൾക്കറിയുന്നത് പോലെ ഇപ്പോൾ റേഷൻ വിതരണം മുടങ്ങുന്നത് തുടർക്കഥയാകുന്നു. ഇ പോസ് മെഷീൻ തകരാറിലാകുന്നു എന്നാണ് പറയുന്നത്. സാങ്കേതിക വിദ്യ കാര്യങ്ങളൊക്കെ വളരെ സുതാര്യവും ട്രാൻസ്പെറൻറ്റുമാണ്, അത് വളരെ മികച്ചതാണ് എന്നൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും ഈ സാധാരണക്കാർക്കുള്ള റേഷൻ വിതരണമാണ് ഇ പോസ് മെഷീൻ്റെ തകരാറ് മൂലം മുടങ്ങിപ്പോകുന്നത്. അപ്പം അതിലേക്ക് യഥാർത്ഥത്തിൽ റേഷൻ കട വ്യാപാരികളുടെ സമരം ഒഴിവാക്കാൻ ജൂലൈ 4 സംഘടനകളുടെ ചർച്ച നടത്തുമെന്നൊക്കെ ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുന്നു. അപ്പോഴും ഈ റേഷൻ വിതരണം മുടങ്ങുന്നത് ഒരു തുടർക്കഥയാകുന്നു കേരളത്തിൽ. ജൂലൈ 8, 9 തീയതികളിൽ വേതന വർധനവ് ആവശ്യപ്പെട്ട റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കെ ഇ പോസ് മെഷീൻ തകരാറും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. തുടർച്ചയായി റേഷൻ വിതരണം താളം തെറ്റിയിട്ടും ശാശ്വത പരിഹാരമില്ലെന്നാണ് ഉപഭോക്താക്കളും വ്യാപാരികളും പറയുന്നത്. സർക്കാരാകട്ടെ സാങ്കേതിക തകരാറെന്ന പതിവ് ന്യായീകരണമാണ് ഇക്കുറിയും നടത്തുന്നത്. രാവിലെ 10 മുതലാണ് ഇ പോസ് മെഷീൻ തകരാറിലായത്. തുടർന്ന് സംസ്ഥാനത്തെ മിക്കയിടങ്ങളിലും റേഷൻ വിതരണം മുടങ്ങി. മെഷീനിൽ വിരൽ പതിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആധാർ ഓതന്റിഫിക്കേഷനുള്ള ബയോമെട്രിക് സംവിധാനം പരാജയപ്പെടുകയായിരുന്നു. സെർവർ തകരാറാണ് കാരണമായി ഭക്ഷ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ വൈകുന്നേരവും സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം മുടങ്ങിയിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ IT സെല്ലിനോട് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഒരുമിച്ച് റേഷൻ വാങ്ങാനായി എത്തുന്നതാണ് പ്രശ്നത്തിനിടയാക്കുന്നതെന്നാണ് IT സെല്ലിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇതിനിടെ വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം പ്രഖ്യാപിച്ച റേഷൻ കട വ്യാപാരികളുമായി ജൂലൈ 4 ചർച്ച നടത്തുമെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം പ്രതിസന്ധിയിലായതോടെ ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് കൂടി നീട്ടി. ജൂലൈ 5 വരെയാണ് നീട്ടിയിട്ടുള്ളത്. ജൂലൈ മാസത്തെ വിതരണം 8 മുതൽ ആരംഭിക്കും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും കർക്കശമായി ഒരു കാര്യം തീരുമാനിക്കണം. സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് റേഷൻ വിതരണം കൃത്യമാക്കണം. മന്ത്രി GR അനിലിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയും ഈ കാര്യത്തിൽ ഉണ്ടാകണം. കാര്യം റേഷൻ അരിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന പട്ടിണി പാവങ്ങൾ ഈ നാട്ടിൽ ഒരുപാടുണ്ട് എന്ന യാഥാർത്ഥ്യം കൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഇക്കാര്യം നമ്മൾ പറഞ്ഞിട്ട് മന്ത്രി അറിയേണ്ട കാര്യമില്ല, മന്ത്രിക്ക് ഇതൊക്കെ അറിയാം. എന്നിരുന്നാലും ഇ പോസിൽ മെഷീൻ എന്താ സംഭവിക്കുന്നത് എന്ന കാര്യം ജനങ്ങൾ കൂടി അറിയട്ടെ, അവരോടുകൂടി പറയാൻ മന്ത്രി തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അനീഷ് ഗോപാലകൃഷ്ണൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നു, തെറ്റുകൾ കുമിഞ്ഞുകൂടിയപ്പോഴും ഇല്ലാത്ത ജനപിന്തുണ നൽകി പിണറായി അഹങ്കാരിയാക്കിയതിന് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ കുറ്റക്കാരാണ്, ഹാഷ്മി ഒഴികെ എന്ന് അനീഷ് പറയുന്നു. അത് അനീഷിൻ്റെ അഭിപ്രായമാണ്. ഈ നാട്ടിലെ ഒരു നേതാവിനെയും അഹങ്കാരിയാക്കാൻ 24 തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, നെൽക്കതിരുപോലെ ആയിരിക്കണം സെലിബ്രിറ്റികളും പൊതുപ്രവർത്തകരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരും തോറും ഇങ്ങനെ കുനിയണം. അങ്ങനെ കുനിയാൻ കഴിയാത്തവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും. ഇന്നല്ലെങ്കിൽ നാളെ അവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ വീഴും. അത് നേതാക്കന്മാർ ആലോചിക്കുന്നത് നല്ലതാണ്. 5 കൊല്ലം കഴിയുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ജനങ്ങൾ അവഗണിച്ചു എന്നവർക്ക് തോന്നാതിരിക്കണമെങ്കിൽ ജനങ്ങളെ പരിഗണിക്കണം.